everyone, welcome to NMMS classes. So നമ്മൾ ഇന്ന് പെർസെൻറ്റേജസ് എന്നുള്ള ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ പെർസെൻറ്റേജ് എന്നുള്ള ടോപ്പിക്ക് നമ്മൾ ഓരോ ക്വസ്റ്റ്യൻ വൈസ് ആണ് ചെയ്യുന്നത്. ഓക്കെ, ഓരോ ക്വസ്റ്റ്യൻ ചെയ്യും, അതിൻ്റെ തിയറി അതിൻ്റെ ഒപ്പം തന്നെ പറയും. സോ അങ്ങനെയാണ് നമ്മൾ യൂഷ്വലി മാത്സ് പഠിക്കേണ്ടതും. സോ വാട്ട് ഈസ് പെർസെൻറ്റേജ്? എന്താണ് പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ? ഇപ്പോൾ നമ്മൾ 5% എന്ന് പറഞ്ഞാൽ എന്താ? 5%, which means 5/100. അതായത് 100 പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്താൽ അതിൽ 5 പാർട്സിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ് ഈ 5%. ഓക്കെ, സോ 10% മീൻസ് ഇറ്റ് ഈസ് 10/100. ഓക്കെ, ഇനി നമ്മുടെ അടുത്ത് ഒരാൾ പറയാണ് നമ്മുടെ ലെങ്ത്ത്, നമ്മളിപ്പോൾ ഒരു റെക്റ്റാങ്കിൾ ഉണ്ട് നമ്മുടെ അടുത്ത് വിചാരിക്കാം. ഓക്കെ, വി ഹാവ് എ റെക്റ്റാങ്കിൾ. സോ ഈ റെക്റ്റാങ്കിളിൻ്റെ ലെങ്ത്ത് ഞാൻ L എന്ന് റെപ്രസെൻറ്റ് ചെയ്യണം. ഓക്കെ, ഇനി ഈ ലെങ്ത്ത് 10% ഇൻക്രീസ് ചെയ്തു എന്ന് പറഞ്ഞാൽ നമ്മളത് എങ്ങനെ എഴുതുക? വാട്ട് വിൽ ബി ദ ന്യൂ ലെങ്ത്? ലെങ്ത് ഇൻക്രീസ്ഡ് ബൈ 10%. സോ ന്യൂ ലെങ്ത് ബിക്കംസ് എന്തായിരിക്കും? L പ്ലസ് 10% ഓഫ് L അല്ലേ? അതായത് പ്രീവിയസ് ലെങ്ത് പ്ലസ് 10% കൂടെ ഇൻക്രീസ് ചെയ്തു. ദാറ്റ് ഈസ് L പ്ലസ് 10% എന്ന് പറഞ്ഞാൽ എന്താ? 10/100 ആണ്. വാട്ട് ഈസ് 10/100? 10/100 is നമ്മൾ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1/10 എന്ന് വരും. 1/10 മീൻസ് 0.1 ആണ് അല്ലേ? സോ ഞാനിവിടെ 0.1 എന്ന് എഴുതുകയാണ് കേട്ടോ. സോ വിച്ച് ഇസ് 1L പ്ലസ് 0.1L അല്ലേ? അതായത് 1.1L. സോ ന്യൂ ലെങ്ത് എന്ന് പറയുന്നത് 1.1L ആണ്. ഇനി ഞാൻ പറയുകയാണ് 20% ആണ് ലെങ്ത് ഇൻക്രീസ് ചെയ്തതെങ്കിൽ വാട്ട് വിൽ ബി ദ ന്യൂ ലെങ്ത്? ഇറ്റ് വിൽ ബി 1 പ്ലസ് എന്നല്ല L പ്ലസ് 20/100 ഇൻറ്റു L അല്ലേ? വിച്ച് ഇസ് 0.2 എന്നാണ് പറയുക. 20/100 എന്ന് പറഞ്ഞാൽ 0.2 അല്ലേ? ജസ്റ്റ് L പ്ലസ് 0.2L വിച്ച് ഇസ് 1.2L. ഓക്കെ, ഇനി ഞാൻ പറയുന്നത് 25% ആണ് ഇൻക്രീസ് ചെയ്തതെങ്കിൽ ഇങ്ങനെയൊന്നും എഴുതാതെ നിങ്ങൾക്ക് ഇതിൻ്റെ ആൻസർ പറയാൻ പറ്റുമോ? ദാറ്റ് ഈസ് ന്യൂ ലെങ്ത് വിൽ ബി 1.25L. ഓക്കെ, ഇനി 30% ഇൻക്രീസ് ചെയ്താലോ? ന്യൂ ലെങ്ത് വിൽ ബി 1.3L. ഓക്കെ, സോ പ്രീവിയസ് നമ്മൾ ഒറിജിനൽ ലെങ്ത്തിൻ്റെ ഇത്രയും ടൈംസ് ആണ് ഉണ്ടാവുക. ഇത് ക്ലിയർ ആണല്ലോ? യെസ്. അപ്പോൾ ഇത് നമ്മൾ ത്രൂ ഔട്ട് കുറേ കാര്യങ്ങളിൽ നമ്മളിത് യൂസ് ചെയ്യേണ്ടി വരും. അതുകൊണ്ടാണ് മാം ഇപ്പോൾ ഫസ്റ്റ്ലി തന്നെ അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തത്. ക്ലിയർ? സോ ലെറ്റ്സ് ഗോ ടു ദി ഫസ്റ്റ് ക്വസ്റ്റ്യൻ. The width and height of a rectangle are increased by 10% to make a larger rectangle. By what percent does the area increase? ഒരു ചതുരത്തിൻ്റെ നീളവും വീതിയും 10% വീതം കൂട്ടി വലിയ ചതുരമാക്കി. പരപ്പളവ് എത്ര ശതമാനം കൂടി? 10, 100, 20, 21 തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം അല്ലേ? സോ നമ്മുടെ കയ്യിൽ ഇനീഷ്യൽ റെക്റ്റാങ്കിൾ ഉണ്ട്. ഇതാണ് നമ്മുടെ ആദ്യത്തെ റെക്റ്റാങ്കിൾ. സോ ഇതിൻ്റെ ലെങ്ത്ത് L-ഉം ഇതിൻ്റെ വിഡ്ത്ത് B എന്നും ഞാൻ റെപ്രസെൻറ്റ് ചെയ്യണം. ഇനി ഇതിൻ്റെ ഏരിയ എന്തായിരിക്കും? ഏരിയ വിൽ ബി ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. ഓക്കെ, ഇനി പുതിയ റെക്റ്റാങ്കിൾ വരയ്ക്കണം കേട്ടോ. പുതിയ റെക്റ്റാങ്കിളിൻ്റെ ലെങ്ത് ഇതിനേക്കാൾ കൂടുതലാണ്, അതുപോലെ വിഡ്ത്തും ഇതിനേക്കാൾ കൂടുതലാണ്. അപ്പോൾ 10% ലെങ്ത് കൂടി എന്ന് പറഞ്ഞാൽ എന്താ വരിക? 1.1L ആയിരിക്കും. 10% വിഡ്ത്ത് കൂടി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 1.1B ആയിരിക്കും അല്ലേ? അപ്പം ന്യൂ ഏരിയ എന്തായിരിക്കും? വാട്ട് ഈസ് ന്യൂ ഏരിയ? ഇറ്റ് ഈസ് ഗോയിങ് ടു ബി 1.1L ഇൻറ്റു 1.1B അല്ലേ? വിച്ച് ഇസ് 1.1 ഇൻറ്റു 1.1 എത്രയാ? 1.1 ഇൻറ്റു 1.1 ഇസ് 1.21 അല്ലേ? സോ 1.21B, സോറി B അല്ല, L ഇൻറ്റു B. L ഇൻറ്റു B എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഏരിയ ആണ് അല്ലേ? സോ ദാറ്റ് ഈസ് 1.21A എന്ന് ഞാൻ എഴുതുന്നുണ്ട്. ദിസ് ഈസ് A ഡാഷ്, പുതിയ ഏരിയ ആണ്. ഓക്കെ, സോ A ഡാഷ് ഇസ് ഈക്വൽ ടു 1.21A എന്നാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അതിൻ്റെ അർത്ഥം എന്താ? പഴയ ഏരിയനേക്കാളും 21% കൂടുതലാണ് അല്ലേ? 21% മോർ. ക്ലിയർ? പഴയ ഏരിയനേക്കാൾ 21% മോർ ആണ്. ദിസ് ഇസ് 1.21. ഇവിടെ 1.1L എന്ന് പറയുമ്പോൾ ഇറ്റ് ഇസ് 10% കൂടുതലാണ്. അപ്പോൾ 1.21 പഴയ ഏരിയ എന്ന് പറയുമ്പോൾ ഇറ്റ് ഇസ് 21% കൂടുതലാണ് അല്ലേ? സോ ആൻസർ ഏതാ വരിക? ഓപ്ഷൻ
4 അല്ലേ? Clear? Yes. So let's go to the next question. When the length of each side of a square was reduced by 20%, നേരത്തെ increased എന്നായിരുന്നു പറഞ്ഞു അല്ലേ? increased എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ യൂഷ്വലി നമ്മൾ എന്താ ചെയ്തത്? ആഡ് ചെയ്യാണ് ചെയ്തത്. അപ്പോൾ 10% എന്ന് പറഞ്ഞാൽ നമ്മൾ 1.1 എന്ന് ആക്കി അല്ലേ? 1.1 ആക്കി. അപ്പോൾ ഡിക്രീസ്ഡ് ആണെങ്കിൽ നമ്മൾ എന്താ ചെയ്യാന്ന് നോക്കാം അല്ലേ? സോ വാട്ട് ഹാപ്പൻസ് ഇഫ് ഇറ്റ് ഇസ് ഡിക്രീസിങ്? സി, ഒരു ലെങ്ത് അല്ലെങ്കിൽ ഒരു ലെങ്ത്, ദിസ് ലെങ്ത് 10% കൂടി എന്ന് പറഞ്ഞാൽ ഇൻക്രീസ് ഓഫ് 10%, ലെങ്ത് ബിക്കംസ് 10% ഇൻക്രീസ് ആയി എന്ന് പറഞ്ഞാൽ നമ്മൾ അതിനെ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം? L plus 10/100 L, which is L plus 0.1 L, that is 1.1 L എന്ന് എഴുതി അല്ലേ? ദിസ് ഇസ് ഇൻക്രീസ് എന്നുള്ള സമയത്താണ്. ഓക്കെ, ഇനി ഡിക്രീസ് ചെയ്യുമ്പോൾ നമ്മൾ എന്താ സംഭവിക്കുക? വെൻ L ബിക്കംസ് ഡിക്രീസ് ചെയ്തു, 10% ഡിക്രീസ് ചെയ്തു, അപ്പോൾ എന്താ സംഭവിക്കുക? എല്ലിന് മൈനസ് 10% ഓഫ് L ചെയ്യാം. അപ്പോൾ പുതിയ L എന്തായിരിക്കും? L minus 10% of L. That is L minus 10/100 L. 10/100 എന്ന് പറഞ്ഞാൽ 0.1 ആണ് അല്ലേ? So that is L minus 0.1 L. So 1 ഇവിടെ L എന്ന് റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ അല്ലേ? L എന്ന് പറഞ്ഞാൽ ഇവിടെ ഇതിൻ്റെ കോഎഫിഷ്യന്റ് എന്താണ്? 1 ആണ് അല്ലേ? So 1 minus 0.1 which is 0.9 L. ഓക്കെ, അപ്പോൾ ന്യൂ ലെങ്ത് എന്തായി? 1ൽ നിന്ന് ആ ഒരു 0.1 സബ്ട്രാക്ട് ചെയ്തു. സോ വി ഗെറ്റ് 0.9 L. സോ ഈ ഒരു ക്വസ്റ്റ്യനിൽ നമ്മൾ എങ്ങനെയാണ്? വെൻ ദ ലെങ്ത് ഓഫ് ഈച്ച് സൈഡ് ഓഫ് എ സ്ക്വയർ വാസ് റെഡ്യൂസ്ഡ് ബൈ 20% എന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ? അപ്പോൾ നമ്മൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ എല്ലാതിൻ്റെയും സൈഡ്, എല്ലാ സൈഡും എന്താണ്? ഈക്വൽ ആണ് അല്ലേ? സോ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ നമുക്കതിനെ എ എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം. ദിസ് ഇസ് എ, ദിസ് ഇസ് എ, ദിസ് ഇസ് എ, ദിസ് ഇസ് എ. ഓക്കെ, ഇനി നമ്മളിവിടെ എന്താ? ഏരിയ ആണ് നമുക്ക് കമ്പയർ ചെയ്യേണ്ടത് കേട്ടോ. വി ഹാവ് ടു ഫൈൻഡ് ദി ഏരിയ ഓഫ് ദി ഒറിജിനൽ സ്ക്വയർ എന്ന് വെച്ചാൽ ഇതിൻ്റെ ഏരിയ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ദാറ്റ് ഇസ് എ സ്ക്വയർ എന്താണെന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അല്ലേ? ഏരിയ ഓഫ് എ സ്ക്വയർ ഇസ് എ സ്ക്വയർ. ഏരിയ ഓഫ് സ്ക്വയർ ഓഫ് സൈഡ് എ എന്ന് പറയുന്നത് എ സ്ക്വയർ ആണ്. സോ വി ഹാവ് ടു ഫൈൻഡ് എ സ്ക്വയർ. ഓക്കെ, ഇനി നമ്മുടെ ക്വസ്റ്റൻ എന്താ? ഇറ്റ്സ് ഏരിയ ബിക്കം 16 സെൻറ്റിമീറ്റർ സ്ക്വയർ. ഓക്കെ, സോ നമ്മൾ ഇതിൻ്റെ റെഡ്യൂസ് ചെയ്തു അല്ലേ? ഇതിൻ്റെ ലെങ്ത്ത് റെഡ്യൂസ് ചെയ്തു. എത്ര റെഡ്യൂസ് ചെയ്തത്? 20%. 20% റെഡ്യൂസ് ചെയ്തപ്പോൾ ന്യൂ ലെങ്ത് എന്താണ് വരിക? ആദ്യത്തെ ലെങ്ത്, ഒറിജിനൽ ലെങ്ത് എ ആണ്. സോ 20% കുറച്ചാൽ എ മൈനസ് 20/100 എ, വിച്ച് ഇസ് എ മൈനസ് 0.2 എ, ദാറ്റ് ഇസ് 0.8 എ എന്നാണ് വരിക അല്ലേ? സോ ഓരോ സൈഡും എന്താണ്? 0.8 എ ആണ്. ഓക്കെ, so what is the area? Area is going to be, area is equal to, ഒരു സൈഡിൻ്റെ ലെങ്ത് നമുക്ക് കിട്ടിയില്ലേ? ദാറ്റ് ഇസ് 0.8 എ ആണ്. സോ 0.8 എ ഇൻറ്റു 0.8 എ അല്ലെങ്കിൽ 0.8 എ ഹോൾ സ്ക്വയർ അല്ലേ? സോ 8 × 8 64 ആണ്. സോ 0.64 എ സ്ക്വയർ. ആൻഡ് ഇതിൻ്റെ ഏരിയ എന്താ? ഇതിൻ്റെ ഏരിയ എന്താ? ഇതിൻ്റെ ഏരിയ ക്വസ്റ്റനിൽ തന്നിട്ടുണ്ട്. ഇറ്റ് ഈസ് 16 സെൻറ്റിമീറ്റർ സ്ക്വയർ എന്ന് ക്വസ്റ്റനിൽ തന്നിട്ടുണ്ട്. സോ ദിസ് ഏരിയ ഈസ് ഈക്വൽ ടു 16. ഓക്കെ, സോ 16 ഡിവൈഡ് ബൈ 64 ആണ് എ സ്ക്വയർ. എ സ്ക്വയർ ആണ് നമുക്ക് 64 അല്ല 0.64, അതാണ് എ സ്ക്വയർ. എ സ്ക്വയർ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അല്ലേ? സോ എ സ്ക്വയർ ഇസ് ഈക്വൽ ടു, ഇതിന് നമുക്ക് 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ആ ഡെസിമൽ പ്ലേസ് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. സോ ദിസ് ബിക്കം 16 × 100 divided by 64. 16 × 4 ആണ് 64 അല്ലേ? സോ 100/4 എന്ന് പറഞ്ഞാൽ 25 ആണ്. സോ ഏരിയ ഇസ് ഈക്വൽ ടു 25 സെൻറ്റിമീറ്റർ സ്ക്വയർ. ഓക്കെ, സോ ഏരിയ ഓഫ് ദി ഒറിജിനൽ സ്ക്വയർ ഇസ് 25 സെൻറ്റിമീറ്റർ സ്ക്വയർ, വിച്ച് ഇസ് ഓപ്ഷൻ എ. ക്ലിയർ അല്ലേ? യെസ്. സോ ലെറ്റ്സ് ഗോ ടു ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഇഫ് ഓൾ സൈഡ്സ് of a square are elongated by 10% to make a larger square, by what is the percentage increase in area? അപ്പോൾ ഏരിയയുടെ പെർസെൻറ്റേജ് ഇൻക്രീസ് ആണ് ചോദിച്ചിട്ടുള്ളത്. സോ നമ്മുടെ ഒറിജിനൽ സ്ക്വയർ എ എന്ന് എടുക്കാം. സോ ഇതിൻ്റെ ഏരിയ എന്ന് പറയുന്നത് എ സ്ക്വയർ ആയിരിക്കും, റൈറ്റ്? ഇനി നമ്മുടെ പുതിയ സ്ക്വയർ എന്താ? പുതിയ സ്ക്വയറിൻ്റെ സൈഡ് ലെങ്ത് എന്തായിരിക്കും? ഓൾ ലെങ്ത് ആർ
elongated by 10% എന്ന് പറഞ്ഞാൽ increased by 10%. അപ്പോൾ ന്യൂ ലെങ്ത് എന്തായിരിക്കും 1.1a ആണ് അല്ലേ. സോ 1.1a ഇതും 1.1a എന്നാണ് വരിക. സോ ഏരിയ ഓഫ് ദ ന്യൂ സ്ക്വയർ is equal to 1.1a the whole square. Okay, so which is 1.1 whole square into a square. 1.1 whole square എന്ന് പറഞ്ഞാൽ 1.21 a square എന്നാണ് വരിക. a square ആണ് നമ്മുടെ ആദ്യത്തെ ഏരിയ അല്ലേ. സോ ദിസ് ഇസ് a dash is 1.221a എന്ന് പറഞ്ഞാൽ എത്ര പെർസെൻറ്റേജ് ആണ് ഇൻക്രീസ് ആയിട്ടുള്ളത്? 21% ആണ് ഇൻക്രീസ് ആയിട്ടുള്ളത് അല്ലേ. സോ ദിസ് ഇസ് വാട്ട് ഈസ് ദ പെർസെൻറ്റേജ് ഇൻക്രീസ് ഇൻ ഏരിയ? ദാറ്റ് ഇസ് 21%. നമ്മൾ ഈ ഒരു പ്രോബ്ലം സെയിം വാല്യൂസ് ന്യൂമറിക്കൽസ് വരുന്ന പ്രോബ്ലം നമ്മൾ ഓൾറെഡി ചെയ്തു. ഓക്കെ, ദാറ്റ് മീൻസ് ഇങ്ങനെയുള്ള ഈ ഒരു വാല്യൂസ് വരുന്നത് കോമൺ ആണ്. നമ്മൾ NMMSന് ഇങ്ങനെയുള്ള വാല്യൂസ് വരുന്നത് കോമൺ ആണ്. സോ ഇങ്ങനത്തെ ഒരു പ്രോബ്ലംസ് ഒക്കെ നമ്മൾ തറോ ആയിട്ട് നോട്ട് ചെയ്ത് വെച്ചാൽ നമുക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ലെറ്റ്സ് ഗോ ടു ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ നമ്പർ which is 60% less than 60 എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സോ ഒരു നമ്പർ 60% ലെസ് ദാൻ 60 എന്ന് പറഞ്ഞാൽ അത് എത്ര പെർസെൻറ്റേജ് ആണ് ശരിക്കും? 40% ഓഫ് 60 ആണ് അല്ലേ. ഒരു നമ്പർ ഇസ് 60% ലെസ് ദാൻ 60 എന്ന് പറഞ്ഞാൽ ദാറ്റ് നമ്പർ ഇസ് ആക്ച്വലി 40% ഓഫ് 60. എപ്പോഴും 100നെയാണ് നമ്മൾ 100 ഈ 60% എന്നൊക്കെ പറയുമ്പോൾ 60 ഔട്ട് ഓഫ് 100 ആണ് അല്ലേ. 60 ഔട്ട് ഓഫ് 100. സോ ഇറ്റ് ഈസ് ലെസ് ദാൻ ദ നമ്പർ which is less than 60% of 100 എന്നാണ് പറഞ്ഞിട്ടുള്ളത്. That means the number is actually 40% ആണ്, റൈറ്റ്. സോ ആ നമ്പർ ഏതാണെന്ന് നമുക്ക് കണ്ടുപിടിക്കാം. 60യുടെ 40% വരുന്ന നമ്പർ ഏതാണെന്ന് നോക്കാം. സോ 60 into 40 divided by 100. 10 കൊണ്ട് ഡിവൈഡ് ചെയ്തു, ഇവിടെയും 10 കൊണ്ട് ഡിവൈഡ് ചെയ്തു. സോ 6 into 4 which is 24. So the number is 24. ക്ലിയർ ആണോ? അപ്പോൾ 60% ലെസ് ഒരു നമ്പർ വിച്ച് ഇസ് 60% ലെസ് ദാൻ 60 എന്ന നമ്പറിനേക്കാൾ 60% കുറവുള്ള നമ്പർ എന്ന് പറഞ്ഞാൽ വിച്ച് ഇസ് ആക്ച്വലി 40% അല്ലേ. സോ നമ്മൾ എന്ത് ചെയ്തു? 60ൻ്റെ 40% കണ്ടുപിടിച്ചു, വിച്ച് ഇസ് ദി ആൻസർ. ഓക്കെ, യെസ്. നെക്സ്റ്റ് വൺ. ഇഫ് ടു നമ്പേഴ്സ് ആർ റെസ്പെക്റ്റീവ്ലി 20% and 50% മോർ ദാൻ എ തേർഡ് നമ്പർ, വാട്ട് പെർസെൻറ്റേജ് ഓഫ് ദി സെക്കൻഡ് നമ്പർ ഈസ് ദി ഫസ്റ്റ് നമ്പർ? ഓക്കെ, ഇങ്ങനെ 3 നമ്പേഴ്സൊക്കെ വെച്ച് നമ്മളെടുത്ത് ചോദിച്ചാൽ നമ്മൾ പെട്ടെന്ന് ചെയ്യേണ്ട ഒരു ട്രിക്ക് അല്ലെങ്കിൽ ഒരു മെത്തേഡ് എന്ന് പറയുന്നത്, ഈ തേർഡ് നമ്പർ നമുക്ക് 100 ആണെന്ന് വിചാരിക്കാം. ഓക്കെ, തേർഡ് നമ്പർ 100 ആണെന്ന് വിചാരിക്കാം. സോ ഇഫ് ടു നമ്പേഴ്സ് ആർ റെസ്പെക്റ്റീവ്ലി 20% and 50% മോർ ദാൻ ദി തേർഡ്. ഓക്കെ, സോ ഫസ്റ്റ് നമ്പർ എന്ന് പറയുന്നത് 20% മോർ ദാൻ ദി തേർഡ് നമ്പർ ആണ്. അപ്പോൾ ആക്ച്വലി ആ നമ്പർ എത്രയാണ്? നമ്മളിപ്പോൾ തേർഡ് നമ്പർ നമ്മൾ 100 ആണ് എടുക്കുന്നതെന്ന് വിചാരിക്കുക. സോ വാട്ട് ഈസ് ദ ഫസ്റ്റ് നമ്പർ? ഫസ്റ്റ് നമ്പർ ഇസ് 20% മോർ ആണ് എന്ന് വെച്ചാൽ 120 അല്ലേ. 20% മോർ ആണെന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് 120. 100ൻ്റെ 20% എത്രയാണ്? 20 തന്നെയാണ് അല്ലേ. സി 20% ഓഫ് 100 എന്ന് പറഞ്ഞാൽ എന്താ? 20% of 100 is 20 by 100 into 100 which is 20. So 100ൻ്റെ 20% എന്ന് പറഞ്ഞാൽ 20 തന്നെയാണ്. അപ്പോൾ ആ ഒരു കാര്യം ഉള്ളത് കൊണ്ടാണ് നമ്മളിത് ഈസി ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ തേർഡ് നമ്പറിനെ ഞാൻ 100 എന്ന് അസ്യൂം ചെയ്തത്. ഓക്കെ, സോ ഫസ്റ്റ് നമ്പർ എന്തായി? 100ൻ്റെ കൂടെ 20 കൂടെ ആഡ് ചെയ്തു. സോ 120. സെക്കൻഡ് നമ്പർ എന്തായിരിക്കും? 50% മോർ ദാൻ ദി തേർഡ് നമ്പർ. ദാറ്റ് ഈസ് തേർഡ് നമ്പർ ഏതാണ്? നമ്മൾ 100 എന്നാണ് അസ്യൂം ചെയ്തിട്ടുള്ളത് അല്ലേ. സോ വിച്ച് ഇസ് 100 പ്ലസ് 50, ദാറ്റ് ഈസ് 150. ഓക്കെ, ഇനി എൻ്റെ ക്വസ്റ്റ്യൻ ഇതാണ്, വാട്ട് പെർസെൻറ്റേജ് ഓഫ് ദ സെക്കൻഡ് നമ്പർ ഈസ് ദി ഫസ്റ്റ് നമ്പർ? അതായത് രണ്ടാമത്തെ സംഖ്യയുടെ എത്ര ശതമാനമാണ് ഒന്നാമത്തെ സംഖ്യ? അപ്പോൾ ഒന്നാമത്തെ സംഖ്യ എത്രയാ? 120 ആണ് അല്ലേ. അത് രണ്ടാമത്തെ സംഖ്യയുടെ എത്ര ശതമാനമാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ 120 by 150 അതിനെ പെർസെൻറ്റേജ് ആക്കാൻ വേണ്ടി ഇൻറ്റു 100 ചെയ്യാം. ഓക്കെ, സോ ഇവിടെ സീറോസ് ക്യാൻസൽ ചെയ്തു. ആൻഡ് ഇവിടെ എത്ര 5 ഉണ്ട്? 2 ഉണ്ട്. ഇവിടെ എത്ര 5 ഉണ്ട്? 3 ഉണ്ട്. ഓക്കെ, സോ നമുക്ക് 120ന് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് 40 എന്ന് കിട്ടും. സോ 40 into 2 എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് 80.
സോ 80% ആണ് നമ്മുടെ ആൻസർ വരിക. ഓക്കെ, സോ ഇത് ചെയ്യാൻ നമ്മൾ ഉപയോഗിച്ച ഇവിടെ ട്രിക്ക് തേർഡ് നമ്പർ എന്ന് പറയുമ്പോൾ ആ തേർഡ് നമ്പറിനെ നമ്മൾ 100 ആയിട്ട് എടുത്തു. സോ ഈസി ആയിട്ട് നമുക്കത് കമ്പയർ ചെയ്യാൻ പറ്റും. 20% കൂടുതൽ എന്ന് പറഞ്ഞാൽ 100 + 20 ദാറ്റ് ഈസ് 120. 50% കൂടുതൽ എന്ന് പറഞ്ഞാൽ 100 + 50 വിച്ച് ഇസ് 150. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ പറയുന്നത് 20% കുറവെന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുക? 100 - 20. 50% കുറവെന്ന് പറഞ്ഞാൽ 100 - 50. ഓക്കെ, ഗോട്ട് ഇറ്റ്? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The salary of a worker is first increased by 10% and thereafter reduced by 10%. What was the change in his salary? Okay, അപ്പോൾ ആദ്യം സാലറി 10% ഇൻക്രീസ് ചെയ്തു, പിന്നെ സാലറി 10% ഡിക്രീസ് ചെയ്തു. സോ വാട്ട് വാസ് ദി ചേഞ്ച് ഇൻ സാലറി? അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആദ്യം ഇൻക്രീസ് ചെയ്തത് വേറൊരു എമൗണ്ട് എന്നാണ്. ഓക്കെ, ഫോർ എക്സാമ്പിൾ ആദ്യം ഇനീഷ്യൽ സാലറി നമുക്ക് 100 ആണെന്ന് വിചാരിക്കാം. ഇനീഷ്യൽ സാലറി ലെറ്റ്സ് ടേക്ക് ഇറ്റ് ആസ് 100. ഓക്കെ, ഇനീഷ്യൽ സാലറി ഈസ് 100. ഇനി എന്ത് സംഭവിച്ചു? ഇൻക്രീസ്ഡ് ബൈ 10%. അപ്പോൾ ന്യൂ സാലറി എത്രയായി? 100ൻ്റെ കൂടെ 10% ഇൻക്രീസ് ചെയ്തു എന്ന് പറഞ്ഞാൽ 100 + 10 വിച്ച് ഇസ് 110 അല്ലേ? 100 + 10 that is 110. ഇനി and thereafter reduced by 10%. സോ ഇപ്പം നമ്മൾ 10% ഏതിൻ്റെ എടുക്കേണ്ടത്? 110 ആണ് ഇപ്പോഴത്തെ സാലറി അല്ലേ? ഇപ്പോഴത്തെ സാലറിയുടെ 10% ആണ് റെഡ്യൂസ് ചെയ്തത്. അപ്പം ഫൈനൽ സാലറി, ഇപ്പോഴത്തെ കറൻറ്റ് സാലറി എത്രയാണ്? 110 മൈനസ് 110ൻ്റെ 10%. റൈറ്റ്? 110 മൈനസ് 110ൻ്റെ 10%. സോ വിച്ച് ഇസ് 11. So that is 110 minus 11 which is going to be എത്രയാണ്? 110 നിന്ന് നമ്മൾ 10 സബ്ട്രാക്ട് ചെയ്താൽ ഇറ്റ് ഈസ് 100. 100 മൈനസ് 1 എന്ന് പറഞ്ഞാൽ 99. സോ ഫൈനൽ സാലറി ഇപ്പം എന്തായി? 99 ആയി. അപ്പോൾ നമ്മൾ ആദ്യത്തെ സാലറി നമ്മൾ എടുത്തത് എത്രയാണ്? 100 ആണ് അല്ലേ? 100 എടുക്കാൻ കാരണം പെർസെൻറ്റേജിലാണ് നമ്മളിത് ഫുള്ളി എക്സ്പ്ലെയിൻ ചെയ്യുന്നത് കേട്ടോ. സോ 100 നമ്മൾ എടുത്താൽ നമുക്കത് ബേസ്, പെർസെൻറ്റേജ് എന്ന് പറയുമ്പോൾ എപ്പോഴും ബേസ് 100 ആണ് അല്ലേ? അപ്പോൾ അതുമായിട്ട് കമ്പയർ ചെയ്യാൻ പെർസെൻറ്റേജ് ആക്കാനൊക്കെ ഈസിയാണ്. അപ്പോൾ അതുകൊണ്ടാണ്. സോ 100 എന്നുള്ള സാലറി ഇപ്പം എന്തായി മാറി? 99 ആയിട്ട് മാറി. ദാറ്റ് മീൻസ് 1% ഡിക്രീസ് ആണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത് അല്ലേ? സോ ദാറ്റ് ഈസ് ഡിക്രീസ്ഡ് ബൈ 1%. ഓക്കെ, ക്ലിയർ? യെസ്. 100 മൈനസ് നമ്മൾ പെർസെൻറ്റേജ് ഡിക്രീസ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ദാറ്റ് ഈസ് 100 minus 99 divided by 100. Clear alle? Yes. Let's go to the next question. A mixture of 40 liters of milk and water contains 10% water. Okay, how much water must be added to make 20% water in the new mixture? So ഇവിടെ നമുക്ക് ഒരു മിൽക്കും വാട്ടറിൻ്റെയും ഒരു മിക്സ്ചറാണ് നമ്മുടെ കയ്യിലുള്ളത്. ഓക്കെ, സോ വി ഹാവ് മിൽക്ക് ആൻഡ് വാട്ടർ. മിൽക്ക് ഉണ്ട്, വാട്ടർ ഉണ്ട്. സോ ഇത് രണ്ടും കൂടെ എത്രയാണ്? ഇത് രണ്ടും കൂടെ ആഡ് ചെയ്താൽ വി ഹാവ് 40 liters. ഓക്കെ, അതിൽ വാട്ടർ എത്രയാണെന്നും പറഞ്ഞിട്ടില്ല, മിൽക്ക് എത്രയാണെന്നും നമുക്ക് പറഞ്ഞിട്ടില്ല അല്ലേ? മിൽക്ക് പറഞ്ഞിട്ടുണ്ടോ? 10% വാട്ടർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ 10% is water. സോ ബാക്കി 90% മിൽക്കാണ് എന്ന് വെച്ചാൽ ഇത് എത്ര എമൗണ്ട് ആണെന്ന് നമുക്ക് എഴുതാം അല്ലേ? 40 ലിറ്റേഴ്സിൻ്റെ 10% എത്രയാണ്? 40യുടെ 10% കണ്ടുപിടിക്കാൻ 40 × 10/100 അല്ലേ? സോ ദിസ് ഇസ് 4. സോ 4 ലിറ്റേഴ്സ് ആണ് വാട്ടർ ഉള്ളത്. സോ ബാക്കി 36 ലിറ്റേഴ്സ് എന്താണ്? മിൽക്കാണുള്ളത്. ഓക്കെ, ഇനി നമുക്ക് ഇതിനെ എന്താക്കി മാറ്റണം? We have to change this into 20%. നമുക്കിതിനെ 20% എന്നാക്കി മാറ്റണം. ഓക്കെ, 20% ആക്കി മാറ്റാൻ നമ്മൾ എത്ര വാട്ടർ ആഡ് ചെയ്യണം എന്നാണ് ചോദ്യം. എത്ര വാട്ടർ? ഹൗ മച്ച് വാട്ടർ must be added to make 20% water in the new mixture?
സോ ഈ ഒരു മിക്സ്ചറിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ഇവിടെ കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുന്നത് മിൽക്കിൻ്റെ ക്വാണ്ടിറ്റിയാണ്. മിൽക്ക് നമ്മളിപ്പോൾ എത്ര വാട്ടർ ഒഴിച്ചാലും മിൽക്കിൻ്റെ ക്വാണ്ടിറ്റി അപ്പോഴും എന്തായിരിക്കും 36 ലിറ്റേഴ്സ് തന്നെയായിരിക്കും അല്ലേ. അപ്പോൾ 36 ലിറ്റേഴ്സ് എന്ന് പറയുന്നത് ആക്ച്വലി 20% വാട്ടർ ആണെങ്കിൽ ദിസ് ഇസ് 80% ആണ് അല്ലേ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫൈനൽ ലിറ്റർ എത്രയാണെന്ന് നമുക്കറിയില്ല. ഫൈനൽ ലിറ്റർ ഞാൻ എക്സ് എന്ന് എടുക്കുകയാണ്. ഓക്കെ, സോ എക്സിൻ്റെ എക്സ് എന്ന് പറയുന്നത് എക്സ് ഇസ് ദി ഫൈനൽ ലിറ്റർ. നമ്മൾ വെള്ളം 20% വാട്ടർ ആവാൻ വേണ്ടി നമ്മൾ കുറച്ച് അതിലേക്ക് വെള്ളം ആഡ് ചെയ്യും. ഓക്കെ, അപ്പോൾ വെള്ളം ആഡ് ചെയ്യുമ്പോൾ 40 ലിറ്റേഴ്സ് എന്നുള്ള ആ ടോട്ടൽ മിക്സ്ചർ എന്തായിട്ട് മാറും? 40നേക്കാളും കൂടുതലായിട്ട് മാറും അല്ലേ. അത് എത്രയാണെന്ന് നമുക്കറിയില്ല. സോ അറിയാത്തതുകൊണ്ട് ഞാൻ അതിന് ടോട്ടൽ ലിറ്റേഴ്സ് ഓഫ് ന്യൂ മിക്സ്ചർ അല്ലെങ്കിൽ ആ മിക്സ്ചർ പുതിയ മിക്സ്ചർ നമ്മളിപ്പോൾ ആഡ് ചെയ്ത പുതിയ ഉണ്ടാക്കിയ മിക്സ്ചറിൻ്റെ ടോട്ടൽ ക്വാണ്ടിറ്റി അല്ലെങ്കിൽ ടോട്ടൽ ക്വാണ്ടിറ്റി എന്ന് എഴുതാം അല്ലേ. ടോട്ടൽ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് ഇപ്പോൾ എന്തായിട്ട് മാറി? എക്സ് ആയിട്ട് മാറി. നമുക്കത് അറിയില്ല, അപ്പോൾ എക്സ് എന്ന് എടുക്കുകയാണ്. ആൻഡ് ആ എക്സിൻ്റെ 80% ആണ് എന്ത്? ആ എക്സിൻ്റെ 80% ആണ് നമ്മുടെ 80% ആണ് മിൽക്ക്. ബിക്കോസ് 20% വാട്ടർ ആണെന്ന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് അല്ലേ. സോ 80/100 ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു മിൽക്കാണ്. ആ മിൽക്കിൻ്റെ ക്വാണ്ടിറ്റി എത്രയാണെന്ന് നമുക്കറിയാം അല്ലേ. കാരണം ഇവിടെ മിൽക്കിൻ്റെ ക്വാണ്ടിറ്റി 36 തന്നെയാണ്, 80% ആകുമ്പോഴും അത് 36 തന്നെയാണ്. സോ മിൽക്കിൻ്റെ ക്വാണ്ടിറ്റി 36 ആണ്. ഓക്കെ, സോ ദിസ് ഇസ് ക്യാൻസൽ ചെയ്തു. സോ എക്സ് ഈക്വൽ ടു 36 ഇൻറ്റു 10 ഡിവൈഡഡ് ബൈ 8. ഓക്കെ, നമുക്ക് 2 കൊണ്ട് ക്യാൻസൽ ഔട്ട് ചെയ്യാം. 2 കൊണ്ട് കഴിയുമ്പോൾ ഇവിടെ 5 എന്ന് വരും, ഇവിടെ എന്ത് വരും? ഇവിടെ 4 എന്ന് വരും. ഓക്കെ, സോ ദിസ് ഇസ് 9 ടൈംസ്. സോ 9 ഇൻറ്റു 5 45 ലിറ്റേഴ്സ്. സോ നമ്മുടെ ഇപ്പോൾ പുതിയ മിക്സറിൻ്റെ ടോട്ടൽ ലിറ്റേഴ്സ് എന്ന് പറയുന്നത് 45 ലിറ്റേഴ്സ് ആണ്. ഇനീഷ്യലി എത്രയായിരുന്നു? ഇനീഷ്യലി 40 ലിറ്റേഴ്സ് ആയിരുന്നു. ഇനീഷ്യലി ഇറ്റ് വാസ് 40 ലിറ്റേഴ്സ്. ഇപ്പോൾ കറൻ്റ്ലി ഇറ്റ് ഈസ് 45. സോ നമ്മൾ എത്ര ലിറ്റർ ആണ് ഇപ്പോൾ വെള്ളം ഒഴിച്ചിട്ടുള്ളത്? വി ഹാവ് ആഡഡ് 5 ലിറ്റേഴ്സ് ഓഫ് വാട്ടർ. ഓക്കെ, അപ്പോൾ ഇവിടെ കോൺസ്റ്റൻ്റ് ആയ ക്വാണ്ടിറ്റി നമ്മുടെ മിൽക്കിൻ്റെ ക്വാണ്ടിറ്റിയാണ്. ഓക്കെ, അപ്പോൾ മിൽക്കിൻ്റെ ക്വാണ്ടിറ്റി യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു പ്രോബ്ലം സോൾവ് ചെയ്തിട്ടുള്ളത്. ക്ലിയർ അല്ലേ? യെസ്. അപ്പോൾ ഒന്നുകൂടി പറയാം, ശ്രദ്ധിക്കുക. നമുക്ക് മിൽക്ക് ഉണ്ട്, വാട്ടർ ഉണ്ട്. മിൽക്ക് 10% ആണ്, വാട്ടർ 10% ആണ്. ഈ മിൽക്കും വാട്ടറും കൂടെ ചേരുന്നതാണ് എന്ത്? 40 ലിറ്റേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോ മിൽക്ക് 10% എന്ന് പറഞ്ഞാൽ അത് എത്രയാണെന്ന് നമ്മൾ കണ്ടുപിടിച്ചു. ദാറ്റ് ഈസ് 40 ലിറ്റേഴ്സിൻ്റെ 10% എന്ന് പറയുന്നത് 4 ലിറ്റേഴ്സ് ആണ്. സോ 4 ലിറ്റേഴ്സ് വാട്ടർ ആണുള്ളത്. ദാറ്റ് മീൻസ് 36 ലിറ്റേഴ്സ് മിൽക്കാണുള്ളത്. അപ്പോൾ 36ഉം 4ഉം ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ഈ 40 എന്ന് കിട്ടും. ക്ലിയർ ആണോ? യെസ്. ഇനി നെക്സ്റ്റ് നമ്മൾ ചെയ്യുന്നത് കുറച്ച് വെള്ളം ഒഴിക്കും. ഈ ഒരു മിക്സ്ചറിലേക്ക് നമ്മൾ വീണ്ടും വാട്ടർ ഒഴിക്കുകയാണ്. ഓക്കെ, വാട്ടർ ഒഴിച്ച് ഈ വാട്ടറിൻ്റെ 10% എന്നുള്ളത് മാറ്റി നമ്മൾ 20% എന്നാക്കി മാറ്റാൻ പോവാണ്. ഓക്കെ, സോ അപ്പോഴും 20% ആക്കി മാറ്റുമ്പോഴും നമ്മുടെ ഈ 36 ലിറ്റർ ആയിട്ട് തന്നെയാണ് കണ്ടിന്യൂ ചെയ്യുന്നത്. ഓക്കെ, സോ 36 ലിറ്റർ എന്ന് പറയുന്നത് എത്രയാണ്? വാട്ടർ 20% ആണെങ്കിൽ 36 ലിറ്റർ എന്ന് പറയുന്നത് 80% ആയിരിക്കും. ഓക്കെ, സോ 80% ഓഫ് ടോട്ടൽ ക്വാണ്ടിറ്റി. ആ ടോട്ടൽ ക്വാണ്ടിറ്റിയാണ് നമ്മൾ എക്സ് എന്ന് എടുത്തിട്ടുള്ളത്. സോ 80% ഓഫ് എക്സ് ആണ് നമ്മുടെ മിൽക്ക് ഉള്ളത്. ഓക്കെ, സോ 80% ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 36 എന്ന് എഴുതി. എന്നിട്ട് നമ്മൾ എക്സ് കാൽക്കുലേറ്റ് ചെയ്തു. സോ നമുക്ക് ടോട്ടൽ ക്വാണ്ടിറ്റി ഓഫ് ദ മിക്സ്ചർ കിട്ടി. ദാറ്റ് ഈസ് 45 ലിറ്റേഴ്സ് ആണ്. സോ 45 ലിറ്റേഴ്സ് ആണ് ഇപ്പോൾ കറൻ്റ്ലി ഉള്ളത്. നേരത്തെ 40 ലിറ്റേഴ്സ് ആയിരുന്നു. ദാറ്റ് മീൻസ് നമ്മൾ 5 ലിറ്റേഴ്സ് ഓഫ് വാട്ടർ ആണ് ആഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, സോ ദ ആൻസർ ഇസ് ഓപ്ഷൻ 3, 5 liters. Clear alle? Yes. Let's go to the next question. 70% of the total number of books in a library are in English. Okay, so 70% of the books, 70% of the books in English. Baki reminder, baki എത്ര ഉള്ളത്? ബാക്കി we have 30%, right? ഇനി 50% of the remainder are in Malayalam and the remaining books are 1500. That is in Hindi.
ഓക്കെ, സോ ടോട്ടൽ ബുക്സ് നമുക്ക് ടി എന്ന് എടുക്കാം. ഓക്കെ, അപ്പോൾ റിമൈൻഡർ എത്രയാണ്? 30% ഓഫ് ടി ആണ്. ഓക്കെ, ശ്രദ്ധിക്കുക, നമ്മളിപ്പോൾ ടോട്ടൽ ഉള്ള ബുക്സ് ടി എന്ന് എടുക്കുകയാണെന്ന് വിചാരിക്കുക. ഓക്കെ, ടോട്ടൽ ബുക്സ് നമ്മൾ ടി എന്ന് എടുക്കുകയാണ്. സോ 70% ആർ ഇൻ ഇംഗ്ലീഷ്. 70% ഓഫ് ടി ഇസ് ഇൻ ഇംഗ്ലീഷ്. അല്ലെങ്കിൽ നമുക്ക് 70% ഓഫ് ടി ഇസ് ഇൻ ഇംഗ്ലീഷ്, റൈറ്റ്? സോ 30% ഓഫ് ടി ആണ് എന്ത്? ബാക്കിയുള്ള ബുക്ക്. 30% ഓഫ് ടി, അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? 30/100 ഇൻറ്റു ടി, അല്ലെങ്കിൽ എങ്ങനെ എഴുതാം? 0.3 ടി എന്ന് എഴുതാം, റൈറ്റ്? അപ്പം ബാക്കിയുള്ള ബുക്ക് എത്രയാണ്? 0.3 ടി. ഇനി 0.3 ടിയുടെ 50% ആണ് എന്തുള്ളത്? മലയാളം ബുക്സ് ഉള്ളത്. ബാക്കി 50% ആണ് എന്ത്? ഹിന്ദി ബുക്സ് ഉള്ളത്. ഓക്കെ, സോ ഈ 0.3 ടിയുടെ 50% എന്ന് പറയുമ്പോൾ 50/100 അല്ലേ? അതാണ് നമ്മുടെ ഹിന്ദി ബുക്സ്. ആ ഹിന്ദി ബുക്സിൻ്റെ ക്വാണ്ടിറ്റി ഇവിടെ തന്നിട്ടുണ്ട് 1500 എന്നുള്ളത്. ഓക്കെ, സോ ദിസ് ഇസ് 0.3 ടി ഇൻറ്റു 0.5 ഇസ് ഈക്വൽ ടു 1500. സോ ദാറ്റ് ഈസ് 0.3 ഇൻറ്റു 0.5 എന്ന് പറയുമ്പോൾ 0.15 ടി ആണ്. സോ വിച്ച് ഇസ് 1500. ഓക്കെ, സോ ഇത് യൂസ് ചെയ്തിട്ട് നമുക്ക് ടി കണ്ടുപിടിക്കാം അല്ലേ? സോ ടി ഈക്വൽ ടു 1500 ഡിവൈഡഡ് ബൈ 0.15. സോ ഡെസിമൽ പ്ലേസ് കളയാൻ ഇൻറ്റു 100 ചെയ്യാം. സോ ദിസ് ബിക്കംസ് divided by 15, right? So this is 1, so which is 10,000. Next question, Ramu says, Raju, your salary is 25% more than mine. Raju replies, your salary is dash less than mine. So what percent did Raju say എന്നാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. So let's take രാമുവിൻ്റെ സാലറി വെച്ചാണ് കമ്പയർ ചെയ്യുന്നത് അല്ലേ? ഫസ്റ്റ് രാമുവിൻ്റെ സാലറി വെച്ചാണ് കമ്പയർ ചെയ്യുന്നത്. സോ നമുക്ക് രാമുവിൻ്റെ സാലറി 100 ആണെന്ന് എടുക്കാം. സോ ലെറ്റ്സ് ടേക്ക് രാമൂസ് സാലറി. ലെറ്റ്സ് ടേക്ക് ഇറ്റ് ആസ് 100. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ രാജുവിൻ്റെ സാലറി എന്തായിരിക്കും? രാജുസ് സാലറി ഈസ് ഗോയിങ് ടു ബി 100 പ്ലസ് 25 അല്ലേ? സോ വിച്ച് ഇസ് 125. ഓക്കെ, ഇനി തിരിച്ചാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. യുവർ സാലറി ഈസ് ഡാഷ് ലെസ് ദാൻ മൈൻ. അപ്പോൾ ഇവിടെ രാജു ആണ് ഇവിടെ കമ്പയർ ചെയ്യുന്നത്. ഓക്കെ, സോ രാജുവിൻ്റെ സാലറി ആയിട്ടാണ് കമ്പാരിസൺ വേണ്ടത്. സോ ഇറ്റ് വിൽ ബി ഇൻ ദി ഡിനോമിനേറ്റർ അല്ലേ? സോ ദാറ്റ് ഈസ് എത്രയാണ് വരിക? എത്ര പെർസെൻറ്റേജ് ഡിഫറൻസ് വരുന്നത്? 125 മൈനസ് 100. രാജുവിൻ്റെ സാലറിയാണിത്. ആൻഡ് ദിസ് ഇസ് രാമുസ് സാലറി ഡിവൈഡഡ് ബൈ രാജുവിൻ്റെ സാലറി ഇൻറ്റു 100 ചെയ്താൽ അത് എത്ര പെർസെൻറ്റേജ് ആണെന്ന് നമുക്ക് കിട്ടും. ദാറ്റ് ഈസ് 25/125 ഇൻറ്റു 100. ഓക്കെ, സോ ദിസ് ഇസ് 5 ടൈംസ്. സോ 100 ഡിവൈഡഡ് ബൈ 5 എന്ന് വരും, വിച്ച് ഇസ് 20%. ഓക്കെ, സോ ദ ആൻസർ ഹിയർ ഇസ് 20%. ഓക്കെ, സോ ഇത് ചെയ്യാനുള്ള ഒരു ട്രിക്ക്, അല്ലെങ്കിൽ നമ്മൾ നോർമലി ഒന്ന് ഫോർമുല പോലെ നമുക്ക് ഓർത്ത് വയ്ക്കാൻ പറ്റുന്ന ഒരു ടിപ്പാണ് മാം ഇവിടെ പറയുന്നത്. ദാറ്റ് ഈസ്, ഇഫ് ഇറ്റ് ഈസ് ഗിവൺ, ഇഫ് എ ഈസ് P% മോർ ദാൻ ബി. എ എന്ന് പറയുന്നത് P% മോർ ദാൻ ബി ആണെങ്കിൽ നമുക്ക് തിരിച്ച് റിവേഴ്സ് ആയിട്ട് പറയണമെങ്കിൽ ബി ഈസ് P/100 പ്ലസ് P ഇൻറ്റു 100. ഇത്രയും പെർസെൻറ്റേജ് ലെസ് ദാൻ എ ആയിരിക്കും. ഓക്കെ, തിരിച്ച് പറയണമെങ്കിൽ. സോ സെയിം തിങ് ആണ് നമ്മളിവിടെ ചെയ്തിട്ടുള്ളത്. ഫോർ എക്സാമ്പിൾ, എ എന്ന് പറയുന്നത് നമ്മൾ രാമു ആണ് എടുത്തിരിക്കുന്നത് അല്ലേ? സോ അല്ലെങ്കിൽ രാജു ആണ് എടുത്തിട്ടുള്ളത് ഇവിടെ. എ എന്ന് പറയുന്നത് രാജു ആണ്. സോ രാജുവിൻ്റെ സാലറി ഈസ് 25% മോർ ദാൻ രാമു. ഓക്കെ, സോ രാമുവിൻ്റെ സാലറി എന്തായിരിക്കും? ഇസ് P/100 പ്ലസ് P ഇൻറ്റു 100. P എന്ന് പറഞ്ഞാൽ 25 ആണ്. 25/100 പ്ലസ് P എന്ന് പറഞ്ഞാൽ 125 ഇൻറ്റു 100,
which is equal to 20%, right? So 20% less than Raju. So Rajuvinekal 20% less ആണ്. Clear ആണല്ലോ? Yes. So let's go to the next question. When the price of an article was increased by 50%, the number of articles sold decreased by 30%. What was the effect on sales? Okay. So ഇവിടെ when the price of an article was increased, price കൂടി, അപ്പോൾ സെയിൽസ് കുറഞ്ഞു. ഓക്കെ, സെയിൽസ് 30% കുറഞ്ഞു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് അസ്യൂം ചെയ്യാം, ഇനീഷ്യലി 100 rupees ആയിരുന്നു എന്ന് വിചാരിക്കാം. ഓക്കെ, പ്രൈസ്, ഇനീഷ്യൽ പ്രൈസ് എന്ന് പറയുന്നത് 100 rupees ആയിരുന്നു. ദിസ് ഇസ് ഇനീഷ്യൽ. ഓക്കെ, ഇനീഷ്യൽ പ്രൈസ് എന്ന് പറയുന്നത് 100 rupees ആയിരുന്നു. Initial price is 100. ഓക്കെ, ഇനി ഇനീഷ്യൽ നമ്മൾ എത്ര ക്വാണ്ടിറ്റി സെയിൽ ചെയ്തു എന്ന് വിചാരിക്കാം. ഇനീഷ്യൽ ക്വാണ്ടിറ്റി സോൾഡ്, ഇനീഷ്യലി ക്വാണ്ടിറ്റി എത്ര സോൾഡ് ചെയ്തു എന്ന് നോക്കാം. ക്വാണ്ടിറ്റി സോൾഡ് എന്ന് പറയുന്നതും 100 ആണെന്ന് എടുക്കാം. ഇതൊക്കെ നമ്മൾ 100 എന്ന് എടുക്കുന്നത് നമ്മുടെ കാൽക്കുലേഷൻ ഈസി ആവാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ ഇവിടെ പെർസെൻറ്റേജ് എന്നുള്ള ചാപ്റ്റർ എന്ന് പറയുമ്പോൾ എപ്പോഴും പെർസെൻറ്റേജസ് ഒക്കെ ഔട്ട് ഓഫ് 100ലാണ് നമ്മൾ എടുക്കുക, അല്ലേ? 20% എന്ന് പറഞ്ഞാൽ 20/100 ആണ്. അപ്പോൾ അതൊക്കെ ഒന്ന് സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ 100 എന്നുള്ള ഒരു ടേം യൂസ് ചെയ്യുന്നത്. ഓക്കെ, നിങ്ങൾക്ക് 100ൻ്റെ പകരം നിങ്ങൾക്ക് എക്സ് എന്ന് എടുക്കണമെങ്കിൽ എക്സ് എന്ന് എടുക്കാം. ഓക്കെ, സോ ഇനീഷ്യൽ പ്രൈസ് 100 ആണ്. അപ്പോൾ ഇനീഷ്യൽ ക്വാണ്ടിറ്റി സോൾഡ് എന്ന് പറയുന്നത് 100 തന്നെയാണ് നമ്മൾ എടുത്തത്. ഓക്കെ, ഇത് രണ്ടും നമ്മൾ അസ്യൂം ചെയ്തതാണ്. ഓക്കെ, ഇനി when the price of an article was increased by 50%, അപ്പോൾ കറണ്ട് പ്രൈസ് പി ഡാഷ് എന്ന് വിളിക്കാം. ഓക്കെ, ദിസ് ഇസ് പി ഡാഷ് പ്രൈസ്, കറണ്ട് പ്രൈസ് എന്ന് പറയുന്നത് എത്ര ചെയ്തു? 50% ഇൻക്രീസ് ചെയ്തു. ദാറ്റ് മീൻസ് 100 + 50 which is 150. അപ്പോൾ ഇങ്ങനെ ഈസി ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ 100 എന്ന് എടുത്തിട്ടുള്ളത് കേട്ടോ. സോ 100 + 50 നമുക്ക് ഈസിലി ചെയ്യാം, അല്ലെങ്കിൽ നമ്മൾ ആ ഒരു പോർഷനും കൂടെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് വേണം ഇത് ചെയ്യാൻ. സോ ഇവിടെ നമുക്ക് ഈസിലി ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് 100 + 50 എന്ന് ഈസിലി ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇനീഷ്യൽ പ്രൈസ് 100 ആയിട്ട് എടുത്തിട്ടുള്ളത്. ഓക്കെ, നൗ ക്വാണ്ടിറ്റി സോൾഡ്. കറൻ്റ്ലി എത്ര ക്വാണ്ടിറ്റി സോൾഡ്, എത്ര ക്വാണ്ടിറ്റി നമ്മൾ ഇപ്പം എന്താ സംഭവിച്ചത്? നമ്പർ ഓഫ് ആർട്ടിക്കിൾ സോൾഡ് ഡിക്രീസ്ഡ് ബൈ 30%. സോ ഇവിടെ 100 ആയിരുന്നു, ഇവിടെ എന്തായി? അത് 70 ആയിട്ട് മാറി. 30% ഡിക്രീസ് ചെയ്തു എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 70% ആണ് നമ്മൾ സെല് ചെയ്യുന്നുള്ളൂ, റൈറ്റ്? ഓക്കെ, സോ ഇനി എന്താ ചോദ്യം? വാട്ട് വാസ് ദ ഇഫക്റ്റ് ഓൺ സെയിൽസ്? അപ്പോൾ സെയിൽസിലുള്ള ഇഫക്റ്റ്, ഫോർ എക്സാമ്പിൾ സെയിൽസിലുള്ള എഫക്റ്റ് എന്ന് പറഞ്ഞാൽ റവന്യൂവിലുള്ള എഫക്റ്റ് ആണ്, അല്ലേ? അപ്പോൾ ഇവിടെ ഇനീഷ്യലി നമുക്ക് എത്രയായിരുന്നു റവന്യൂ ഉണ്ടായിരുന്നത്? ഇനീഷ്യലി നമ്മുടെ റവന്യൂ എന്ന് പറയുന്നത് 100 rupees ഉള്ള 100 ക്വാണ്ടിറ്റി നമ്മൾ സെല് ചെയ്യണം. ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് 10,000, റൈറ്റ്? ഇവിടെ എത്രയാണ് നമുക്ക് റവന്യൂ വരുന്നത്? ദാറ്റ് ഈസ് 150 × 70. So 7 × 5 35, 7 + 3 10, so 10,500 എന്ന് വരുന്നുണ്ട്, റൈറ്റ്? ദാറ്റ് മീൻസ് ഇവിടെ എന്താണ് ചേഞ്ച് വന്നിട്ടുള്ളത്? ഒരു 500ൻ്റെ ചേഞ്ച് ആണ് വന്നിട്ടുള്ളത്, അല്ലേ? ദാറ്റ് ഈസ് 500. സോ ദ ഇഫക്റ്റീവ് ഇൻക്രീസ് അല്ലെങ്കിൽ ഇഫക്റ്റീവ് ഇൻക്രീസ് ഇൻ സെയിൽസ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം, അല്ലേ? ഇഫക്റ്റ് ഓൺ സെയിൽസ് എന്താണ്? ആക്ച്വലി ഇൻക്രീസ് ചെയ്തിരിക്കുകയാണ്. 500 rupees ഇൻക്രീസ് ചെയ്തിരിക്കുകയാണ്. സോ 500 ഡിവൈഡഡ് ബൈ 10,000. ഇനീഷ്യലി 10,000 ആയിരുന്നു ഇൻറ്റു 100. സോ വിച്ച് ഇസ് 5%, അല്ലേ? അപ്പോൾ 5% ഇൻക്രീസ് ആണ് ഉണ്ടായിട്ടുള്ളത് കേട്ടോ. സോ ദാറ്റ് ഈസ് ആൻസർ ഇസ് ഓപ്ഷൻ എ. ക്ലിയർ? സോ ഈ ഒരു പെർസെൻറ്റേജ് എന്നുള്ള ടോപ്പിക്ക് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. കുറേ പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്ത് നോക്കുക. ഇതിൽ ഫോർമുലാസ് ആയിട്ട് നമ്മൾ കുറേ പഠിക്കും, പക്ഷേ അപ്പോഴും നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാകും. അപ്പോൾ ബേസിക്കലി നമ്മൾ ഇതിൻ്റെ കോൺസെപ്റ്റ് എന്താണ് പെർസെൻറ്റേജ് എന്നുള്ളതാണ് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടത്. പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഒരു ക്വാണ്ടിറ്റി ഔട്ട് ഓഫ് 100, ഒരു 100 പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്താൽ എത്ര പാർട്സ് ആണ്
എന്നുള്ളതാണ് ഒരു പെർസെൻറ്റേജ് എന്ന് പറയുന്നത്. അതിപ്പോൾ ഫോർ എക്സാമ്പിൾ 5% എന്ന് പറഞ്ഞാൽ ഒരു 100 പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്താൽ അതിലൊരു 5 പാർട്സിനെയാണ് നമ്മൾ 5% എന്ന് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അതുപോലെ ഒരു 60യുടെ 5% എന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക? 60 × 5/100 എന്ന് ചെയ്യും. അങ്ങനെയാണ് നമ്മൾ പെർസെൻറ്റേജ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സോ ഇതിൻ്റെ കോൺസെപ്റ്റ് നമ്മൾ ക്ലിയർ ആയി കഴിഞ്ഞാലാണ് ഈ പ്രോബ്ലംസ് ഒക്കെ നമുക്ക് ക്ലിയർ ആവുള്ളൂ. അല്ലാതെ നമ്മൾ ജസ്റ്റ് ഒരു ഫോർമുല ബേസ്ഡ് ആയിട്ട് പഠിക്കുന്നതിനേക്കാൾ നല്ലത് ഒരു കോൺസെപ്റ്റ് ബേസ്ഡ് ആയിട്ട് പഠിക്കുന്നതാണ്. ഓക്കെ, എന്നിട്ട് നമ്മൾ അതിൻ്റെ ഫോർമുലാസ് പഠിക്കാം. ഓക്കെ, സോ ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ബാക്കി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ബൈ.